ഇനി അടപ്പ് തുറന്ന് ഈ മുട്ടയുടെ പുറത്ത് ലേശം കുരുമുളക് പൊടി വിതറിയ ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ആ സവാളയൊക്കെ ഇടുന്നതിന് മുമ്പ് കുരുമുളക് പൊടി വിതറിയാലും മതി. ഇപ്പം ഞാൻ നല്ലൊരു പാലപ്പമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. എല്ലാ ആളുകൾക്കും കഴിക്കാം. ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഞാൻ ഇവിടെ നാഴി പച്ചരിയാണ് എടുക്കുന്നത്. അത് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ അരി ഞാൻ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറുമാണ് ഇടുന്നത്. ഇനി ഇത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് മിക്സിയിൽ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നേർത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം. ഇതിനകത്ത് 1/2 ഗ്ലാസ് തേങ്ങാ വെള്ളം പഞ്ചസാര ഇട്ട് വെച്ചിരുന്നതാണ് ഒഴിക്കുന്നത്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലൊഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് 6 മണിക്കൂറിന് ശേഷം എടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഇളക്കുന്നത്. ഇത് ഞാനൊരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കുന്നുണ്ട്. ഇളക്കിയ ശേഷം അടച്ച് സൂക്ഷിക്കാം. ഇപ്പോഴും നമ്മൾ 6 മണിക്കൂർ മുമ്പ് അരച്ച് വെച്ച മാവ് ഇവിടെ പൊങ്ങിയിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് 2 സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അതായത് ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ വേറൊരു ബൗളിലോട്ട് ഇടുകയാണ്. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി. ഇതൊന്ന് കലക്കി ഒഴിക്കാം. അപ്പോൾ ഇതൊരു ശകലം വെള്ളം ഒഴിച്ച് ആണ് ഞാനിത് കലക്കി ഒഴിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലായിടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം ഒരു 1/2 തവി പാലാണ് ഒഴിക്കുന്നത്. ഈ പാലൊഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ അപ്പത്തിൻ്റെ വെള്ളം, മാവിൻ്റെ വെള്ളം ഒന്ന് നോക്കി വേണം ചേർക്കാൻ. അപ്പോൾ അതനുസരിച്ച് പാല് കൂടുതൽ ചേർക്കാം, വെള്ളം കുറവാണെങ്കിൽ. ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ പാല് ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പം ചുടുന്നതിന് മുമ്പായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിൽ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് വഴറ്റണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില പ്രത്യേകം മൂപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ഇതുപോലെ കോരി ഒഴിച്ചിട്ട് വേണം നമ്മൾ കോരി ഒഴിക്കാൻ. ഇത് അടച്ച് വേവിക്കാം. ഇനി ഈ അടപ്പ് തുറന്ന്, ഇപ്പോൾ നമ്മൾ അപ്പം ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് എടുക്കാൻ. 1 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്.
അതിൻ്റെ മേളിൽ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും സവാളയും കൂടെ വഴറ്റി വെച്ചില്ലേ, അതൊന്ന് വിതറി കൊടുക്കാം. ഇനി അടച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. രണ്ടാമതും കോരി ഒഴിക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഉള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അതോടൊപ്പം കഴിക്കുന്നതോടൊപ്പം ഒരു മുട്ടയും കൂടെ അവർ കഴിക്കാം. വീണ്ടും അടുത്ത മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ വെള്ളയാണ് ഞാൻ എല്ലായിടത്തോട്ടും ആക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. അത് ഇറക്കാൻ നേരത്ത് വിതറിയാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിവേപ്പിലയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഈ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വേവിക്കണമെന്ന് പറഞ്ഞത്. അപ്പോഴാ ചാനലൊന്ന് സബ്ബാക്കണേ. എന്തിനാ കൂടുതൽ കഴിക്കുന്നത്? ഇതൊരെണ്ണം മതി. കുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും വയറ്റി രുചിയായിട്ട് കഴിക്കാനും വിറ്റാമിനും ഉണ്ട്. പയറും നിറയും.